വാർത്തകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഏപ്രിൽ 1 വിഡ്ഢികളുടെ ദിവസം, പറ്റിക്കാനുള്ള ദിവസം എന്നൊക്കെ പറയുന്നെങ്കിലും അതിലും അപ്പുറത്ത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പുതിയൊരു സാമ്പത്തിക വർഷത്തിന് തുടക്കമാവുന്ന ദിവസമാണ്. മാർച്ച് 31 ഒരു സാമ്പത്തിക വർഷം അവസാനിച്ചിരിക്കുന്നു, പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. അപ്പോൾ സർക്കാർ കാര്യങ്ങൾക്കൊക്കെ ഇന്നു മുതൽ കുറച്ച് ചെലവേറും. നേരത്തെ പറഞ്ഞതുപോലെ ടാക്സിൽ പുതിയ പരിഷ്കാരങ്ങളൊക്കെ വരും, ഭൂനികുതിക്ക് പുതിയ സ്ലാബ് വരുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു ദിവസമാണ് ഏപ്രിൽ 1. എമ്പുരാൻ വിവാദം കഴിഞ്ഞ കുറേ ദിവസമായി നമ്മളൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് വരുന്നു, അവരുടെ അഭിപ്രായം പറയുന്നു, അതിനെതിരെ അഭിപ്രായം വരുന്നു, അങ്ങനെ തർക്ക വിതർക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ എമ്പുരാൻ്റെ റീ എഡിറ്റഡ് വേർഷൻ ഇന്നു മുതൽ തിയേറ്ററിൽ എത്തുന്നു എന്നതാണ് വിവരം. എന്തൊക്കെ വെട്ടിമാറ്റി, എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരിക്കൽ കൂടി എമ്പുരാൻ പോയി ആളുകൾ കാണും. അങ്ങനെ എന്തായാലും സിനിമയുടെ നിർമ്മാതാക്കൾക്ക് വലിയ ഗുണമാണ്. നമ്മൾ ഈ വെട്ടിയതിന് ശേഷവും എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം, കാണാം. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ആദ്യം പോവാം. തലക്കെട്ടുകൾ കാണാം. റീ എഡിറ്റഡ് എമ്പുരാൻ ഇന്ന് പ്രദർശനത്തിനെത്തിയേക്കും. വെട്ടിമാറ്റിയ 3 മിനിറ്റിൽ എന്തെല്ലാം എന്നറിയാൻ കാത്ത പ്രേക്ഷകർ. സിനിമയിൽ നിന്ന് NIA-യുടെ ലോഗോയും മാറ്റിയെന്ന് സൂചന. കളക്ഷൻ 200 കോടി കടന്നു. രാഷ്ട്രീയ വിവാദങ്ങൾ തുടരും. പുതിയ സാമ്പത്തിക വർഷത്തിന് തുടക്കമായി. സർക്കാർ കാര്യങ്ങൾക്കിനി ചെലവേറും. ഭൂനികുതിക്ക് പുതിയ സ്ലാബ്, കോടതി ആവശ്യങ്ങൾക്കും പുതുക്കിയ നിരക്ക്. പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് 50% അധിക നികുതി. ജീവനൊടുക്കിയ IB ഉദ്യോഗസ്ഥ മേഘയുടെ സഹപ്രവർത്തകനെ തെരഞ്ഞ് പോലീസ്. IBയോട് വിവരങ്ങൾ തേടി തിരുവനന്തപുരം പേട്ട പോലീസ്. മേഘയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കുടുംബത്തിന് കൈമാറും. കറുപ്പിന്റെ പേരിൽ കൂടുതൽ വിവേചനം സ്ത്രീകൾക്കെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. സുമുഖനായ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ, നിനക്ക് ഇന്നത്തെ എന്താ വേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ എന്ന് പറയുമ്പോഴേ അവിടെയും ഒരു അർത്ഥം വരുന്നുണ്ടല്ലോ. നിനക്കെന്തോ ഭാഗ്യം, നീ എന്തോ ലോട്ടറി അടിച്ചു. അദ്ദേഹം ലോട്ടറി അടിച്ചിട്ടില്ല, ഞാനാണ് ലോട്ടറി അടിച്ചത്. അധിക്ഷേപം നേരിട്ടത് നിരവധി തവണ. ചർച്ചയായിട്ടും കറുപ്പിന്റെ പേരിൽ ഇകഴ്ത്തിയ ആൾ ഖേദം പോലും പറഞ്ഞിട്ടില്ലെന്നും ചീഫ് സെക്രട്ടറി ന്യൂസ് 18 Q18 അഭിമുഖത്തിൽ. ഒറ്റപ്പാലത്ത് ഗ്രേഡ് SIക്കും കസ്റ്റഡിയിലെടുത്ത പ്രതിക്കും കുത്തേറ്റു. ആക്രമണം പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ. തമിഴ്നാട് BJP അധ്യക്ഷൻ K അണ്ണാമലൈ പദവി ഒഴിഞ്ഞേക്കും. മാറ്റം ADMK സഖ്യ പശ്ചാത്തലത്തിൽ ജാതി സമവാക്യം പാലിക്കാൻ. അണ്ണാമലൈക്ക് ദേശീയ തലത്തിൽ സുപ്രധാന പദവി നൽകുമെന്ന് സൂചന. വഖഫ് ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. 4-ാം തീയതി സമ്മേളനം തീരും മുൻപ് പാസാക്കാൻ BJP. KCBC ബില്ലിനെ പിന്തുണച്ചതോടെ വെട്ടിലായത് കോൺഗ്രസ്. ഭൂകമ്പം തകർത്തെറിഞ്ഞ മ്യാൻമറിൽ മരണം 2000 കടന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ തുടരുന്നു. 3900 പേർക്ക് പരിക്കേറ്റെന്ന ഔദ്യോഗിക കണക്ക്. തകർന്നടിഞ്ഞ മാണ്ടേല നഗരം സാധാരണ നിലയിലാക്കുക കഠിന പ്രയത്നം. എമ്പുരാനാണ് താരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എമ്പുരാനെ പറ്റി തന്നെയാണ് എല്ലായിടത്തും ചർച്ച. സോഷ്യൽ മീഡിയയിലായാലും സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് റിയൽ ലൈഫിലായാലും ഒക്കെ എല്ലായിടത്തും എമ്പുരാനാണ് ചർച്ച. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ റീ എഡിറ്റ് ചെയ്ത എമ്പുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലെത്തും എന്നതാണ് വിവരം. സാങ്കേതിക ജോലികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷമാവും പ്രദർശനം. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. NIA-യുടെ ലോഗോ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്, എന്തൊക്കെയാണ് അണിയറ പ്രവർത്തകർ ആലോചിക്കുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായി അന്വേഷിക്കാം. ആജ്ഞ രവീന്ദ്രനും MS അനീഷ് കുമാറും വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ആജ്ഞ, അനീഷ്. സാധാരണഗതിയിൽ ഒരു സിനിമ റിലീസാവുമ്പോൾ വലിയ വാർത്തയൊക്കെ ആവാറുണ്ട്, റിലീസായി ഒരു പക്ഷേ കളക്ഷൻ വാർത്തയാവാറുണ്ട്. പക്ഷേ റിലീസായ ദിവസം മുതൽ ഇന്നിതാ രാവിലെ വരെ നമ്മൾ ഈ വിഷയം തന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി നിർത്തുന്നത്. എന്തായാലും എനി പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി എന്നൊക്കെ
PR-ലൊരു ലോ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊരു പക്ഷേ എമ്പുരാന്റെ കാര്യത്തിൽ വളരെ കറക്റ്റ് ആണെന്ന് തോന്നുന്നു. എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം? ഇന്ന് സിനിമ റീ എഡിറ്റഡ് വേർഷൻ തിയേറ്ററിൽ എത്തുമോ? എപ്പോഴായിരിക്കും എത്തുക? ഏത് പ്രദർശനം മുതലായിരിക്കും ഈ മാറ്റം കാണുക? ആജ്ഞ. ശ്രീജ, ഇന്ന് ഉച്ചയോട് കൂടി എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിക്കും ഇന്നലെ ആയിരുന്നു നേരത്തെ അനൗൺസ് ചെയ്തിരുന്നത്. അത് ഇടയ്ക്ക് വ്യാഴാഴ്ച എന്ന് കൂടി പറഞ്ഞിരുന്നു. പക്ഷേ എന്തായാലും ഫൈനലി ഇന്നലെ വൈകുന്നേരം തന്നെ അതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി എമ്പുരാന്റെ വെട്ടിമാറ്റിയ ശേഷം, അതായത് എഡിറ്റഡ് വേർഷൻ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീജ പറയുന്നത് പോലെ ഏത് ഷോയ്ക്ക് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എങ്കിലും ഉച്ചയ്ക്ക് ശേഷമുള്ള മാറ്റിനി മുതലുള്ള ഷോകളിൽ അതുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 5 ദിവസമായ സിനിമ റിലീസായിട്ടും 5 ദിവസമായ ട്രോളുകളാകട്ടെ, സമൂഹ മാധ്യമങ്ങളാകട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകളാകട്ടെ, ഈ തരത്തിലൊക്കെ ഒരു സിനിമ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ, അതായത് എമ്പുരാനിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ ചില രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുകയും ആ തരത്തിലാണ് തങ്ങൾ എമ്പുരാനിൽ വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ചൊടിപ്പിച്ച തരത്തിലുള്ള പ്രശ്നങ്ങൾ തങ്ങൾ നീക്കം ചെയ്യുമെന്ന് എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ട് കൂടിയും RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഇപ്പോഴും അതിനുള്ള വിവാദങ്ങൾ, അതിനു നേരെയുള്ള വിമർശനങ്ങൾ തുടരുകയാണ്. മാത്രമല്ല, പൃഥ്വിരാജിന്റെ കുടുംബത്തെ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് വി ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനകൾ, കഴിഞ്ഞ ദിവസം സുപ്രിയ മേനോനെയും അതുപോലെ മല്ലിക സുകുമാരനുമെതിരെ അങ്കമാലിയിൽ നടത്തിയ വിവാദ പ്രസംഗം, കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പി കെ ശ്രീമതിയുടെ മകനെതിരെയും പി കെ ശ്രീമതിക്കെതിരെയും ഇത്തരത്തിലുള്ള അധിക്ഷേപം നടത്തിയതിന്റെ പേര് പരസ്യമായി മാപ്പ് പറയേണ്ടെന്ന സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. പക്ഷേ അങ്കമാലിയിലെ പ്രസംഗത്തിൽ ഈ സുപ്രിയ മേനോൻ അർബൻ നക്സലാണെന്നുള്ള തരത്തിലുള്ള പ്രയോഗങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പൃഥ്വിരാജിന്റെ കുടുംബത്തെ വരെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള ആക്രമണം കടന്നു. ശ്രീജി പറഞ്ഞ പോലെ പബ്ലിസിറ്റി ഈസ് എനി കൈൻഡ് ഓഫ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ആ ഒരു സാഹചര്യത്തെ എമ്പുരാൻ എന്ന സിനിമയുടെ ടാഗ് ലൈൻ മുതലെടുക്കുകയാണ് എന്നാണ് വേണം മനസ്സിലാക്കാൻ. കാരണം എഡിറ്റഡ് വേർഷൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ കൊച്ചിയിലെ ഒരു അവസ്ഥ തന്നെ, ഓരോ തിയേറ്ററിലും ടിക്കറ്റില്ല, എല്ലാ ഷോകളും ഫുള്ളാണ്. അത് റൂറൽ ഏരിയ ആകട്ടെ, അർബൻ ഏരിയ ആകട്ടെ, ഈ ഭാഗത്തെല്ലാം വലിയ തിരക്കുകളാണ് തിയേറ്ററുകളിൽ. തൃശ്ശൂരിലെ ഒരു വലിയ തിയേറ്ററിൽ ഇന്നലെ രാവിലെ 4:30 മുതൽ ഷോ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ 5 ദിവസം കൊണ്ട് ആ സിനിമ എത്താവുന്നതിൻ്റെ മാക്സിമം റീച്ചിൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായാലും സിനിമ ചർച്ച ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലായാലും എത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അത് ഏത് തരത്തിലുള്ള പബ്ലിസിറ്റി അതിനുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സിനിമ വളരെ വലിയ രീതിയിൽ റീച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാപ്പ് പറയുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ മോഹൻലാലിന്റെ ആരാധകർ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളുമായി മോഹൻലാലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, പൃഥ്വിരാജിനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ കഴിയില്ല, അതിൽ സസ്റ്റൈനബിളായി നിൽക്കാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല എന്നുള്ള തരത്തിലുള്ള കമന്റുകളാണ് ഏറെയുമുള്ളത്. അതുമാത്രമല്ല, ഇന്നലെ ടി സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അങ്ങേയറ്റം ശ്രദ്ധേയമായി. കാരണം ഇത്തരത്തിൽ BJP അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ BJPയെ പറ്റി, ഗുജറാത്ത് കലാപത്തെ പറ്റി, ബാബ ബജ്രംഗി എന്നുള്ള പേരുപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം എമ്പുരാനെതിരെ BJP അതുമായി രംഗത്ത് BJP എത്തുമ്പോഴും ഇതിൽ CPM-നെയും കോൺഗ്രസിനെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടി, അതായത് CPM-ന്റെയോ കോൺഗ്രസിന്റെയോ ഒക്കെ കൂടി വിമർശനങ്ങൾ കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ എമ്പുരാൻ ഒരു റീൽസിന് വേണ്ടി മാത്രമുള്ള 3 മിനിറ്റ് സിനിമയായി മാറുമല്ലോ എന്നുള്ള, അതായത് എല്ലാത്തരം വിമർശനങ്ങളും അതിലുണ്ട്. എല്ലാ പാർട്ടികളെയും വിമർശിച്ചിട്ടുണ്ട്. അവരാരും ഇത് സിനിമയായി കാണാതെ മറ്റൊരു തരത്തിലേക്ക് രാഷ്ട്രീയ ചർച്ചകൾക്ക് മാറിയിരുന്നില്ല എന്നുള്ള കാര്യം ടി സിദ്ദിഖ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൽ എന്നുള്ളതല്ല, ഇന്നലെ തമിഴ്നാട്ടിലും അത് ചർച്ചയായിട്ടുണ്ട്. ഇത്തരത്തിൽ അത് മാറുകയാണ്. തമിഴ്നാട്ടിൽ ഡാമുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാകുന്നുണ്ട്. അങ്ങനെ എമ്പുരാൻ അങ്ങോളം ഇങ്ങോളം വിവാദ ചർച്ചകൾക്ക് ഇടം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം എഡിറ്റഡ് വേർഷൻ വരുമ്പോഴും ഈ എഡിറ്റഡ് വേർഷനുള്ള തീരുമാനമെടുത്തത് വരെ വിമർശനത്തിലായിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ശ്രീജ, ആജ്ഞയാണ് വിവരങ്ങൾ
നൽകിയത് MS അനീഷ് കുമാർ. അനീഷ്, ഞാൻ പെട്ടെന്ന് ഓർത്തത് അനീഷ് ആദ്യത്തെ ദിവസം സിനിമ കണ്ടിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ അനീഷിന് പലതും പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അനീഷ് അപ്പോൾ പറയാതിരുന്നത്. പക്ഷേ അന്ന് അനീഷ് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഇങ്ങനെ വിവാദമായേക്കാവുന്ന ഈ രംഗങ്ങളെ കുറിച്ച് തന്നെയായിരുന്നു അല്ലേ? ഇപ്പോൾ പൊതുവെ തിയേറ്ററുകളിൽ നിന്നൊക്കെയുള്ള ഒരു റെസ്പോൺസ്, ഈ പുതിയ വേർഷൻ വരും, അത് കാണാൻ ആളുകൾ കൂടുതൽ വരുന്നുണ്ടോ? എന്താണ് അവസ്ഥ തിയേറ്ററുകളിൽ നിന്ന്, ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ട് എന്താണ്? തീർച്ചയായും ഞാൻ ആ കാര്യം തന്നെയാണ് ഓർത്തു വരുന്നത്. കാരണം ആ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ഇത് തന്നെയാണ്. ഒരു വലിയ വിവാദത്തിലേക്ക് ആ ചിത്രം നീങ്ങുന്നു. ചിത്രത്തിൽ കഥയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ പറഞ്ഞു തുടങ്ങി, പക്ഷേ പൂർണ്ണമായും പറയാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു കേരളത്തിൽ ദൂരവ്യാപകമായ ചർച്ചകൾ നടക്കുന്ന ഒരു വലിയ സിനിമ തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ലാർജ് സ്കെയിലിൽ നിർമ്മാണം, ഒപ്പം മോഹൻലാലിനെ പോലൊരു താരം ഇത്തരം ആളുകൾക്ക് വിമർശനമെന്ന് തോന്നാൻ കഴിയുന്ന കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഏറ്റെടുക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു. മറ്റൊരു നടനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സംഘപരിവാർ സംഘടനകളൊന്നും ഇത്രമേൽ ഈ ചിത്രത്തെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇതിനെതിരായി ഇത് നീക്കം ചെയ്യണമെന്ന ഒരൊറ്റ വാക്കിൽ ഉറച്ചു നിൽക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. പക്ഷേ ആ മോഹൻലാൽ എന്ന ബ്രാൻഡിനെയാണ് ഇവരെല്ലാം ഭയക്കുന്നത്. നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പോലും 250.21K ടിക്കറ്റുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വിറ്റതെന്ന് ഏറ്റവും പ്രമുഖ ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയുടെ ആപ്പിൽ തന്നെ കാണുന്നു. ഒപ്പം മറ്റ് ചില ബുക്കിംഗ് ആപ്പുകളുണ്ട്, നേരിട്ട് തിയേറ്ററുകളിൽ നിന്നും ടിക്കറ്റ് കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ടിക്കറ്റുകൾ ലഭ്യമല്ല. ഇപ്പോൾ എൻ്റെ ആ ആപ്പുണ്ട്. കോഴിക്കോട് തന്നെ റീഗൽ സിനിമാസ്, പാലാക്സി സിനിമാസ്, സിനി പോളിസ്, ARC കൊറോണേഷൻ, ആശീർവാദ് സിനി കോംപ്ലക്സ്, കൈരളി ശ്രീ, സുരഭി സിനിമാസ്, ഇമാക്സ്, ഇങ്ങനെ പിന്നെ. അനീഷ്, ശബ്ദത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വിവരങ്ങൾ നമുക്ക് ഫോണിലൂടെ എടുക്കാമെന്ന് കരുതുന്നു. ഓഡിയോയ്ക്ക് ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. റീ എഡിറ്റ് ചെയ്ത എമ്പുരാൻ്റെ പുതിയ പതിപ്പ് ഇന്ന് തൊട്ട് തിയേറ്ററിൽ എത്തുമെന്നാണ് കരുതുന്നത്. അനീഷ്, തുടർന്നോളൂ. എല്ലാ തിയേറ്ററുകളിലും ഈ സിനിമ തന്നെയാണുള്ളത്. ഈ സിനിമാ തിയേറ്ററുകളിലെ എല്ലാ ഷോകളും അവിടുത്തെ എല്ലാ സ്ക്രീനുകളിലും, ഇപ്പോൾ ആശീർവാദിലേക്ക് ആണെങ്കിൽ എല്ലാ സ്ക്രീൻ, പാലാക്സ് സിനിമാസിലെ മുഴുവൻ സ്ക്രീനുകൾ, അവിടെ എല്ലാം ഈ സിനിമ തന്നെയാണ് ഉള്ളത്. രാവിലെ ഏതാണ്ട് 9 മണി മുതൽ ഷോ ആരംഭിക്കും. രാത്രി 11:45 വരെ നീണ്ടു നിൽക്കുന്ന ഷോകളാണുള്ളത്. നമുക്കറിയാം മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയാണ് പെരുന്നാൾ ഉണ്ടായിരുന്നത്. പെരുന്നാളിന് മുമ്പ് സാധാരണഗതിയിൽ ഈ വിശ്വാസത്തിലൊക്കെ അധിഷ്ഠിതമായി നിൽക്കുന്ന ആളുകൾ വലിയ തോതിൽ തിയേറ്ററുകളിലേക്ക് എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പെരുന്നാൾ കഴിഞ്ഞതോടുകൂടി തിയേറ്ററിലേക്ക് ആളുകൾ ഒന്നടങ്കം ഒഴുകിയെത്തുന്ന, ആർത്തലച്ചൊരു സിനിമ കാണാൻ എത്തുന്ന കാഴ്ച 11:45 ആ ഷോ തീരുമ്പോൾ ഏതാണ്ട് 3 മണിയാവുന്ന സാഹചര്യമാണ്. പക്ഷേ ആ 3 മണി വരെയൊക്കെ, പണ്ട് കാലത്തൊക്കെ അമ്പലപ്പറമ്പിൽ ഉത്സവം കാണാൻ പോകുന്ന പോലെ ആളുകൾ 3 മണി വരെ കാത്തിരുന്നിട്ടായാലും ആ സിനിമ കണ്ടേ തീരൂ എന്ന വാശിയോടുകൂടി പോകുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. എന്തായാലും ഇന്നലെ അടക്കം എഡിറ്റഡ് വേർഷൻ ആയിരുന്നില്ല തിയേറ്ററുകളിൽ വന്ന്. എഡിറ്റിങ്ങിന് മുമ്പുള്ള ഭാഗം, അതായത് ഈ ബജരംഗിയായി തന്നെ നിൽക്കുന്ന ഭാഗം, ബജരംഗി ബാലരാജായി മാറാത്ത ഒരു ഭാഗമാണ് പുറത്തു വന്നത്. ഒപ്പം ഈ സംഘപരിവാർ സംഘടനകളൊക്കെ വിമർശനം ഉന്നയിക്കുന്ന സീനുകളൊക്കെ അതേപോലെ ആളുകൾക്ക് കാണാനും കഴിഞ്ഞിരുന്നു. ഇത് ഒരുപക്ഷെ ഈ എഡിറ്റിങ്ങിന് മുമ്പ് ഈ സിനിമ കാണണമെന്ന ഒരു ആവേശമുണ്ടായിരുന്ന ആളുകളാണോ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നത് നമുക്ക് ഒരുപക്ഷെ ഇന്നോ നാളെയോ അറിയാം. കാരണം ഈ എഡിറ്റഡ് ഭാഗം തിയേറ്ററുകളിൽ വന്ന ശേഷവും പഴയ രീതിയിൽ തന്നെ ആളുകൾ ഇതിനെ ഏറ്റെടുക്കുന്നുണ്ടെന്ന് നമുക്കറിയേണ്ടതുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ, CPM, കോൺഗ്രസ് സംഘടനകളൊക്കെ പൂർണ്ണമായും ഈ സിനിമയെ പിന്തുണയ്ക്കുന്ന സാഹചര്യം, മന്ത്രിമാരൊക്കെ കൂട്ടത്തോടെ ഒഴുകിയെത്തി ഈ സിനിമ കാണുന്ന സാഹചര്യം, അവരൊക്കെ വളരെ വലിയ രീതിയിൽ ഇതിനെ പുകഴ്ത്തുന്നു. നമുക്കറിയാം CPM-നെ വിമർശിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. ഈ കാരണഭൂത തിരുവാതിര പോലുള്ള ചില കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നു. ഒപ്പം CPM ഒട്ടും അപ്രസക്തമായ രീതിയിൽ കേരളത്തിലൊരു പ്രസക്തിയുമില്ലാത്ത പാർട്ടി എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സിനിമ കൂടിയാണ് എന്ന് CPM കേന്ദ്രങ്ങൾ തന്നെ പറയുന്നു. പക്ഷേ അങ്ങനെയൊക്കെ പോലും ഞങ്ങൾ ഈ സിനിമയെ വിമർശിക്കുന്നില്ല, ചിത്രത്തെ ആ രീതിയിൽ തന്നെ കാണണമെന്ന് പറയുന്നു. കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസിന് ആവേശം പകരുന്ന രംഗങ്ങളും സിനിമകളിലുണ്ട്. ഈ TCDക്ക് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ ഭാഗങ്ങൾ ഒഴിവാക്കിയാൽ ഈ സിനിമ എന്നതാണ് അല്ലെങ്കിൽ എന്തിലേക്ക് നീങ്ങും എന്നത് തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയ വിമർശനം തന്നെയാണ് ഈ ചിത്രം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് ഈ സിനിമയുടെ ജീവശ്വാസമായി നിൽക്കുന്ന ഘടകം. അതുകൊണ്ട് രാഷ്ട്രീയത്തെ ഒഴിവാക്കിയാൽ ഈ സിനിമയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് ചൂണ്ടിക്കാണുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ ഇടത് കേന്ദ്രങ്ങളൊക്കെ ഈ സിനിമയെ ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അണികൾ ഒന്നടങ്കം തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഇതിൽ മറ്റൊരു കൗതുകരമായ കാര്യം കൂടുന്നു. കാരണം സംഘപരിവാർ സംഘടനകളുടെയും BJP-യുടെ ഭാഗത്തു നിന്നൊക്കെ ഈ ബഹിഷ്കരണ ഭീഷണി ഉയരുമ്പോഴും ഇതിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ കൂടുമ്പോൾ അത് ഈ ആഹ്വാനത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ തെളിവായി ഇവർക്ക് ചൂണ്ടി
ചൂണ്ടിക്കാട്ടാൻ കഴിയും. അത്തരമൊരു രീതിയിൽ തന്നെയാണ് ആളുകൾ ഒന്നടങ്കം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ 200 കോടി രൂപ, അത് കേവലം 5 ദിവസത്തിനുള്ളിലാണ് ഒരു ചിത്രം 200 കോടി കടക്കുന്നത്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ വലിയ സംഭവമായി തന്നെ നാഴികക്കല്ലായി കരുതുന്നു. കാരണം ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു റെക്കോർഡ് 2018 എന്ന ആ സിനിമ ഈ 175 കോടിയിലേക്ക് എത്തുന്നു. ഒപ്പം 240 കോടിയിലേക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ എത്തുന്നു. കോടിക്കഥകളൊക്കെ അടുത്ത കാലത്തായാണ് നമുക്ക് ഒരുപാട് പരിചിതമായ. പുലിമുരുകൻ്റെ 100 കോടിക്ക് ശേഷമാണ് പിന്നീട് ഇത്തരമൊരു തരംഗം വന്നത്. ഇതിൽ തന്നെ പുതിയ ഒരു നാഴികക്കല്ല് സൃഷ്ടിക്കാൻ മോഹൻലാൽ തന്നെ വേണ്ടി വന്നു എന്നതാണ് ഈ സിനിമാ മേഖല പറയുന്നത്. ഒപ്പം ഈ പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും പിന്നീട് മാധ്യമങ്ങളോട് പലരോടും അവർ സംസാരിച്ചതുമൊക്കെ നമ്മൾ കണ്ടു. അതോടുകൂടി ഈ പൃഥ്വിരാജിന് അനുകൂലമായ ഒരു തരംഗം ഇപ്പോൾ സിനിമാ മേഖലയിൽ പതിയെ പതിയെ കണ്ടുവരുന്നു എന്നാണ് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഫെഫ്കയുടെ ഭാഗത്തു നിന്ന് 5 ദിവസത്തിന് ശേഷം ഇന്നലെയാണ് ഫെഫ്കയുടെ ഭാഗത്തു നിന്ന് പിന്തുണ വരുന്നത്. എന്തായാലും പല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടാണ് എമ്പുരാൻ മുന്നോട്ട് പോകുന്നത്. ഫാസ്റ്റസ്റ്റ് കേരള 50 crore അങ്ങനെ ഒരു റെക്കോർഡുണ്ട്. ഒപ്പം 200 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ റെക്കോർഡുണ്ട്. അങ്ങനെ റെക്കോർഡുകൾ ഭേദിച്ച് എമ്പുരാൻ പോകുമ്പോൾ വിവാദങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ എമ്പുരാനെ സഹായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും റീ എഡിറ്റഡ് വേർഷൻ, ആ വേർഷനിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ സൂചനകൾ വരുന്നു. ഈ വില്ലൻ്റെ പേര് മാറ്റുമായിരിക്കും. ഒപ്പം അതിലെ വളരെ അലോസരപ്പെടുത്തുന്ന ഒരു ദൃശ്യമായിരുന്നു. ഒരു ബലാത്സംഗം ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു, ആ സീൻ മാറ്റുമായിരിക്കും. അങ്ങനെ പല സൂചനകളാണ് നമുക്ക് വരുന്നത്, നമുക്ക് കൃത്യമായി അറിയില്ല. എന്തായാലും 3 മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നറിയുന്നത്. ആ 3 മിനിറ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം NIA ഒരു എംബ്ലം യൂസ് ചെയ്യുന്നുണ്ട്, അത് ചട്ടവിരുദ്ധമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റുമായിരിക്കും. അങ്ങനെ അതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടെ പോയി കാണേണ്ടി വരും. എമ്പുരാൻ എന്തായാലും വിവാദങ്ങളുടെ തമ്പുരാനായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് കടക്കാം. തിരുവനന്തപുരത്ത് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ IB ഉദ്യോഗസ്ഥ മേഘയുടെ കുടുംബം ഇന്ന് തിരുവനന്തപുരത്തെത്തി അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണും. മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈപ്പറ്റും. സുഹൃത്തായ IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നാണ് മേഘയുടെ കുടുംബത്തിന്റെ ആരോപണം. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ മേഘ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചിട്ട് ഇത്രയും ദിവസമായി, ഇപ്പോഴും സുഗാന്തിനെ പറ്റി യാതൊരു വിവരങ്ങളും ലഭ്യമല്ല. സുഗാന്ത് ഒളിവിലാണെന്ന് പറയുന്നു. കുടുംബം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നേരിട്ട് എത്തുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, കഴിഞ്ഞ 23-നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. പിന്നീടുള്ള പോലീസ് നടപടി, അതിൽ കുടുംബത്തിന് പരാതിയുണ്ട്. വലിയ ആരോപണമാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിൽ ശക്തമായ നടപടി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് സുഗാന്ത് ഒളിവിൽ പോകുന്നതിന് ഇടയാക്കിയതെന്നാണ്. അത് ഏറെക്കുറെ ഈ ജീവനക്കാരും സഹപ്രവർത്തകരും അടക്കമുള്ളവർ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. മേഘയുടെ മരണം വിവരം അറിഞ്ഞതിന് പിന്നാലെ സുഗാന്ത് കൊച്ചിയിലാണ് ഉണ്ടായിരുന്നത്. സുഗാന്ത് അവിടെ വലിയ നിലവിളി ആകുകയും അല്ലെങ്കിൽ കണ്ണീരോടെ ഇരിക്കുകയും ചെയ്തു. സഹപ്രവർത്തകർ തന്നെ മലപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ്. പക്ഷെ അവിടെ നിന്ന് അയാൾ മുങ്ങുകയാണ് ചെയ്തത്. അതായത് തന്ത്രപരമായി സുഗാന്ത് സ്ഥലം വിടുന്നതിന് വേണ്ടി അങ്ങനെ ഒരു നാടകം അവിടെ സൃഷ്ടിച്ചു എന്ന ആരോപണം ശക്തമാകുന്നുണ്ട്. സുഗാന്തിനെ തേടി പേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം മലപ്പുറത്തെ എടപ്പാള് വീട്ടിലെത്തിയെങ്കിലും വീട് പൂട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു. ബന്ധുക്കളുടെ എല്ലാം തന്നെ, അടുത്ത ബന്ധുക്കളുടെ എല്ലാം തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സുഗാന്തിന്റെ ഫോണിലും കോള് കിട്ടാത്ത സാഹചര്യമുണ്ട്. എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വിവരവുമില്ല. പെൺകുട്ടിയുടെ കുടുംബം സാമ്പത്തികമായി പെൺകുട്ടിയെ ചൂഷണം ചെയ്തിരുന്നു എന്ന ആരോപണം കൂടി ഉന്നയിക്കുകയും അത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇത് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുമുണ്ട്. തുടർച്ചയായി പെൺകുട്ടിയുടെ ശമ്പളമായി വന്ന തുക എല്ലാം തന്നെ സുഗാന്ത് കൈക്കലാക്കിയിരുന്നു എന്ന കാര്യമാണ്. ഇരുവരും ഒരുമിച്ചുള്ള യാത്രകൾ പലതവണ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിവാഹം ചെയ്യാമെന്ന ഉറപ്പ് നൽകി പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതെല്ലാം തന്നെ പെൺകുട്ടിയെ മാനസികമായി തകർത്തു. ഏറ്റവും ഒടുവിൽ ഈ ആത്മഹത്യ നടക്കുന്ന ദിവസം തന്നെ ഒന്നിലധികം തവണ സുഗാന്തിന്റെ ഫോൺ കോളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ സെക്കൻഡുകൾ മാത്രം അവശേഷിച്ച് അവസാനിക്കുകയായിരുന്നു ആ കോളുകൾ. അത് സുഗാന്താണോ ഫോൺ കോളുകൾ കട്ട് ചെയ്തതെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ ട്രെയിൻ തട്ടുന്ന സമയത്ത് പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന ഫോൺ പൂർണ്ണമായും തകർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതിലെ ചില വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പോലീസിന് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കോൾ ഡീറ്റെയിൽസ് അടക്കമുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ ഇരുത്തി ചോദ്യം ചെയ്യുക എന്നതാണ് പ്രധാനമായും പോലീസിന് മുന്നിലുള്ള ഇനിയുള്ള നടപടിക്രമം.
ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ IB ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് ഉണ്ടാകും. ഇയാളുടെ അവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് IBക്ക് പോലീസ് കത്ത് കൈമാറിയിട്ടുമുണ്ട്. ഇന്ന് മേഘയുടെ രക്ഷിതാക്കൾ തിരുവനന്തപുരത്ത് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പേട്ട പോലീസ് അന്വേഷണ സംഘവുമായി അവർ കൂടിക്കാഴ്ച നടത്തും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ വിശദമായ റിപ്പോർട്ടുണ്ട്, അത് കൈപ്പറ്റേണ്ടതുണ്ട്. അത് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ വലിയ ആരോപണം ഉയരുന്നുണ്ട്. കാരണം IBയിലെ ഉദ്യോഗസ്ഥനുമാണ് ഈ ഉദ്യോഗസ്ഥന് സ്ഥലം വിടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കി എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ശക്തമാകുന്നത്. ശ്രീജ. വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ പുതിയ സാമ്പത്തിക വർഷമാണ് ഇന്നു മുതൽ മാർച്ച് 31-ന് 2024-25 സാമ്പത്തിക വർഷം അവസാനിച്ചിരിക്കുന്നു. ഈ സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നതോടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്നു മുതൽ നിലവിൽ വരികയാണ്. സംസ്ഥാനത്തെ ഭൂനികുതി സ്ലാബുകളും കോടതി ഫീസുകളും ഇന്നു മുതൽ വർദ്ധിക്കും. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളുടെ നികുതിയും കൂടും. ATMിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് ഇനി അധിക ചാർജ് നൽകേണ്ടതായി വരും. വിനോദ് തന്നെ വിശദാംശങ്ങൾ നൽകും. വിനോദ്, ഇന്നു മുതൽ ചില സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ മാറ്റം വരികയാണ്. ഒരുപക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക്, കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ കാര്യങ്ങൾക്കൊക്കെ പൈസ കൂടുന്നുണ്ട്. മറ്റെന്തൊക്കെ മാറ്റങ്ങൾ ഇന്നു മുതൽ വരുന്നുണ്ട്? ദേശീയ തലത്തിൽ നോക്കിയാൽ നമുക്ക് കേന്ദ്ര ബജറ്റ് പ്രകാരം ഇന്നു മുതൽ ടാക്സ് ഇല്ലാതാവുന്നുണ്ട്. 12 ലക്ഷം വരെ സാലറി വാങ്ങുന്നവർക്ക് ഇന്ന് ടാക്സ് ഇല്ലാതാവുന്ന ദിവസമാണ്. പക്ഷേ സംസ്ഥാന ബജറ്റിലേക്ക് വന്നാൽ കുറച്ച് ചെലവേറുന്ന പരിപാടികളും ഉണ്ട് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശ്രീജ. കാരണം സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലുള്ള നികുതി വർധനകൾ തന്നെയാണ് ഈ പുതിയ സാമ്പത്തിക വർഷം വരുമ്പോൾ കാത്തിരിക്കുന്നത്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഈ വരുമാന പരിധിയിലേക്കുള്ള ഇളവ് 12 ലക്ഷം എന്ന് പറയുന്നതിലൊക്കെ വരുന്ന ഇളവുകൾ, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വാഹന നികുതി, അത് ഈ 15 വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും സ്വകാര്യ മുച്ചക്ര വാഹനങ്ങൾക്കും റോഡ് നികുതിയായി 1350 രൂപ ചുമത്തപ്പെടും. ഇതിൽ തന്നെ 750 കിലോ വരെയുള്ള സ്വകാര്യ കാറിന് 9600 രൂപയാണ്. ഇത് 6400 രൂപയായിരുന്നു. സാധാരണക്കാരെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, വലിയ വർധന എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ 750-ന് മുകളിലേക്കുള്ള വാഹനമാണെങ്കിൽ, കാറാണെങ്കിൽ 1500 കിലോ വരെയുള്ള വാഹനമാണെങ്കിൽ 12900 രൂപയാണ്. അത് 8600 രൂപയായിരുന്നതാണ് ഈ 12900. 100 രൂപ കൂടി ചേർന്നാൽ 13000 രൂപ എന്ന ഒരു തുകയിലേക്ക് എത്തും. കാറുകൾ 1500 കിലോയ്ക്ക് ഉള്ളതാണെങ്കിൽ 15900 രൂപയാണ്. 10600 രൂപയായിരുന്നതാണ് ആ നിലയ്ക്ക് ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഭൂനികുതിയിൽ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ എല്ലാ കാലത്തും നടക്കുന്ന കാര്യമാണ്. ഭൂനികുതിയിൽ 50% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഭൂമിയുടെ അളവനുസരിച്ച് സ്ലാബ് അടിസ്ഥാനത്തിലാണ് വർധന. ഒരു ആറിന്, അതായത് 2.47 സെന്റ്, 2.5 രൂപ മുതൽ 15 രൂപ വരെ വർദ്ധിക്കും. 23 കോടതി ഫീസുകളും വർദ്ധിക്കും. സഹകരണ ബാങ്കുകളുടെ മറ്റ് സർവീസുകളുണ്ട്, അതിനെല്ലാം തന്നെ നിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ചില ആനുകൂല്യങ്ങൾ കൂടിയുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധയിൽ 3% വർധന വന്നിട്ടുണ്ട്. അത് ഏപ്രിലിലെ ശമ്പളം മുതലാണ്. ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനത്തിൽ 5% വർധനയും ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പയിൽ 2% പലിശ ഇളവും വന്നിട്ടുണ്ട്. ഈ തരത്തിലുള്ള ചില ആനുകൂല്യങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ മൊബൈൽ സേവനം മുടങ്ങിയാൽ നഷ്ടപരിഹാരം എന്ന ഒരു പുതിയ കാര്യം കൂടി വന്നിട്ടുണ്ട്. 24 മണിക്കൂറെങ്കിലും ഒരു ജില്ലയിൽ മൊബൈൽ സേവനം മുടങ്ങിയാൽ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള ട്രായ് നിർദ്ദേശം പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. തത്തുല്യമായ ദിവസത്തെ വാലിഡിറ്റി തനിയെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ആ തരത്തിലുള്ള ചില നീക്കങ്ങൾ, അത് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ്. മറ്റൊന്ന്, കാർ വില കൂടും എന്നതാണ്. സാധാരണ വാഹന വിപണി ശക്തമായ ഒരു സ്ഥലമാണ് കേരളം. ഇടത്തരം കുടുംബങ്ങളെല്ലാം തന്നെ ഈ വാഹനങ്ങൾ, കാർ വാങ്ങുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. മാരുതി, ടാറ്റ മോട്ടോഴ്സ്, കിയ, ഹുണ്ടായി, ഹോണ്ട, റെനോ, BMW, മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളുടെ കാറുകൾക്ക് ഈ മാസം മുതൽ കൂടുന്നത് 2 മുതൽ 4% വരെയാണ് വിലവർധന ഉണ്ടാവുക എന്നത്. അത് വാഹന വിപണിയെ എങ്ങനെ ബാധിക്കും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നികുതി വെട്ടിപ്പ് തടയുന്നതിനുള്ള ചില കാര്യങ്ങൾ കൂടിയുള്ള നിർദ്ദേശങ്ങൾ കൂടി നേരത്തെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പ്രാബല്യത്തിൽ
വരികയാണ്. വാടകയ്ക്ക് നൽകിയിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വരുമാനം ബിസിനസ് വരുമാനമാണെന്ന് കാണിച്ചുള്ള നികുതി വെട്ടിപ്പ് ഇനി ഉണ്ടാകില്ല. യഥാർത്ഥത്തിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ITR ഹെഡിലാണ് ഈ വരുമാനം കാണിക്കേണ്ടത്. അത് ആ നിലയ്ക്ക് തന്നെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഖജനാവിലേക്ക് കൂടുതൽ തുക എത്തും. നികുതി വർധന തന്നെയാണ് പ്രധാനമായും നമുക്ക് ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ പല കാര്യങ്ങളിലും ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശ്രീജ, വിനോദ് ആണ് വിവരങ്ങൾ നൽകിയത്. ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി വിനോദ് നൽകും. ആശാസമരം ഇന്ന് 51ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ ആശമാർ സമരപ്പന്തലിൽ മുടിമുറിച്ചൊക്കെ പ്രതിഷേധിച്ചിരിക്കുന്നു. ഇപ്പോഴും പക്ഷേ സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാർ തന്നെ ഇതിൽ തീരുമാനമെടുക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വിനോദ് ഒരിക്കൽ കൂടി വിനോദ്, ഈ ചില തദ്ദേശ സ്ഥാപനങ്ങൾ ഏതാണ്ട് ഒരു 20 തദ്ദേശ സ്ഥാപനങ്ങളോളം സ്വന്തം നിലയ്ക്ക് ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ അപ്പോഴും അവർ ആവശ്യപ്പെടുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനം ചെയ്തിട്ട്, അല്ലെങ്കിൽ 20 തദ്ദേശ സ്ഥാപനം ചെയ്തിട്ട് കാര്യമില്ല. ഇത്രയധികം ആശമാരുണ്ട്, അവർക്ക് എല്ലാവർക്കും ആനുകൂല്യം കിട്ടണമെന്നതാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ സമരം ഇതേ രീതിയിൽ തന്നെ സർക്കാർ നിലപാടിൽ തുടരുകയാണെങ്കിൽ ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണോ സാധ്യത? ശ്രീജ, ഈ 50 ദിവസം കഴിഞ്ഞ ദിവസം പിന്നിട്ട് തലമുണ്ടനം ചെയ്യുന്നതടക്കമുള്ള സമര രീതികളിലേക്ക് സമരക്കാർ പോവുകയും ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതാകട്ടെ, ഈ മുണ്ടനം ചെയ്ത മുടി കേന്ദ്രത്തിന് അയച്ചു കൊടുക്കണം, അവരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നാണ്. ആ പരാമർശവും കഴിഞ്ഞ ദിവസം ചില കോണുകളിൽ നിന്ന് അതൊരു വിമർശനം എന്ന നിലയ്ക്ക് പിന്നെ മന്ത്രിയുടെ പരാമർശത്തെ കാണുന്ന നിലയുണ്ടായി. ഏതായിരുന്നാലും കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ തന്നെയാണ് പ്രധാനമായും സംസ്ഥാനം ചോദ്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു നടപടി ഉണ്ടാകുന്നില്ല എന്ന കാര്യമാണ് ആരോഗ്യമന്ത്രിയുടെ നേരത്തെയുള്ള ഡൽഹി യാത്രയൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ അതൊന്നും തന്നെ ഫലം കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ആരോഗ്യമന്ത്രി തന്നെ ചോദിക്കുന്നതിലെത്തി താൻ പോയതാണോ അല്ലെങ്കിൽ കാണാൻ അനുമതി തരാത്തതാണോ തെറ്റെന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യമന്ത്രി ചോദിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, സഭയുടെ മേശപ്പുറത്ത് സഭയിൽ ഈ ചർച്ച വന്നപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ, അതായത് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിന് കൈമാറി എന്ന് പറഞ്ഞ് കൃത്യമായി സംസ്ഥാനം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന ഒരു നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി ആ നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ ആശമാർ എടുക്കുന്ന നിലപാടാകട്ടെ മറ്റിടങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെ കേരള സർക്കാരും ആ നിലയിൽ കാര്യങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യമാണ് അവർ പലപ്പോഴായി പറയുന്നത്. അങ്ങനെയുള്ള ഒരു നിലപാടിൽ അവരും നിൽക്കുന്നു. പല രീതിയിലുള്ള സമരമാണ്. ഈ 51ാം ദിവസത്തിലേക്ക് ഈ സമരം കടക്കുമ്പോൾ തന്നെ നിരാഹാര സമരം, തലമുണ്ടനം ചെയ്യുക, അവർ സെക്രട്ടേറിയറ്റ് ഉപരോധം, കൂട്ട ഉപവാസം, അങ്ങനെ പല തരത്തിലുള്ള സമര രീതികൾ ഈ 50 ദിവസം പിന്നിടുമ്പോഴുള്ള സാഹചര്യത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പല കോണുകളിൽ നിന്നും അവർക്ക് പിന്തുണ ലഭിക്കുന്നു എന്ന കാര്യം കൂടിയുണ്ട്. പല സംഘടനകൾ, വ്യക്തികളെല്ലാം തന്നെ ഇവർക്ക് പിന്തുണയുമായി വരുന്നുണ്ട്. പക്ഷെ അതിൽ ചില രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ടാർണിഷ് ചെയ്യുക, അല്ലെങ്കിൽ സർക്കാരിനെ കരിവാരിത്തേക്കുക എന്നൊരു നീക്കം ഇതിന് പിന്നിലുണ്ട്. ചില സ്ഥാപിത താൽപര്യക്കാർ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നു. ഈ സമരക്കാരെ മുൻനിർത്തി മറ്റു ചിലരാണ് ഈ സമരം ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന ആരോപണം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇതുവരെ ഒരു സമവായ ചർച്ചയ്ക്ക് ഇനി ഒരു ചർച്ച അതിനുള്ള സാധ്യത ഇതുവരെ തെളിഞ്ഞു വന്നിട്ടില്ല. സമരം അതേപടി തുടരുകയും ചെയ്യുന്നു. ശ്രീജ, ശരി. വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇനി നമ്മൾ പോകുന്നത് മധുരയിലേക്കാണ്. CPM പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ കൊടി ഉയരുകയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിയുടെ പേര് സജീവ പരിഗണനയിലുണ്ട്. എന്നാൽ കേരള ഘടകത്തിന്റെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിലപാട് നിർണായകമാകും. 77 വയസ്സ് പിന്നിട്ട ബൃന്ദ കാരാട്ടിന് ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായം ശക്തമാണ്. കേന്ദ്ര കമ്മിറ്റിയിലേക്കും കേരളത്തിൽ നിന്നുള്ളവരുടെ പ്രാതിനിധ്യം കൂടും. അങ്ങനെ പല പ്രത്യേകതകളുണ്ട് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിന്. VV അരുണാണ് വിവരങ്ങളുമായി മധുരയിൽ നിന്ന് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. അറിയേണ്ടത്, ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വനിത ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാനുള്ളൊരു സാധ്യത, ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് അതിനെത്രത്തോളം സാധ്യതയുണ്ട്? അതിന് പ്രത്യേകമായ ഇളവുകളൊക്കെ നൽകണം. മറ്റൊന്നൊരു മലയാളി വരുമോ? ഇങ്ങനെ ഏതായാലും ഒരു കൗതുകമുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ കാര്യത്തിൽ കൗതുകമുണ്ട്. ഒപ്പം കൂടുതൽ പ്രതിനിധികൾ കേരളത്തിൽ നിന്നുണ്ടാവുമോ? അങ്ങനെ കൗതുകങ്ങൾ ഏറെയാണ്. എങ്ങനെയാണ് മധുര ഈ പാർട്ടി കോൺഗ്രസിനെ ഇപ്പോൾ വരവേൽക്കുന്നത്? അരുൺ, ഞാൻ മടങ്ങിയെത്താം. ചെറിയൊരു ഓഡിയോ പ്രശ്നമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അരുണിലേക്ക് ഞാൻ
മടങ്ങിയെത്താം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബി വരുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു മലയാളി CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമോ എന്നറിയാൻ ഏവരും കൗതുകത്തോടെ കാത്തിരിക്കുന്നു. അവിടെ നിർണായകമാവുന്നത് മുഖ്യമന്ത്രിയുടെ ഒപ്പം കേരള ഘടകത്തിന്റെ നിലപാടാവുമെന്നാണ് അറിയുന്നത്. അരുൺ, പറഞ്ഞോളൂ. പ്രധാനം ഈ മധുര പാർട്ടി കോൺഗ്രസ് CPM ഏറ്റവും പ്രധാനമാകുന്നത് അവരുടെ പുതിയ ജനറൽ സെക്രട്ടറി പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ സമീപകാല ചരിത്രത്തിൽ CPM ഏറ്റവും ജനകീയനായ ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിന്റെ അകാല വിയോഗമാണ് CPM പുതിയൊരു ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും സീതാറാം യെച്ചൂരിയോളം ജനപ്രിയനായ ഒരു നേതാവിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. CPM ജനപ്രിയതയ്ക്ക് അപ്പുറത്തേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുമായും അടുത്ത ബന്ധമുള്ള ഡൽഹിയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. ആ യെച്ചൂരിക്കാണ് ഒരു പകരക്കാരനെ CPM കണ്ടെത്തേണ്ടത്. അവിടെ പരിഗണിക്കപ്പെടുന്ന പ്രധാന പേരുകൾ കേന്ദ്ര കമ്മിറ്റിയിലെ സീനിയോറിറ്റി അടക്കം പരിഗണിക്കുമ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ളയാൾ MA ബേബിയാണ്. MA ബേബി പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹം 2012 CPM പൊളിറ്റ് ബ്യൂറോയിലേക്ക് വന്ന നേതാവാണ്. കേരളത്തിൽ മന്ത്രിയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട നേതാവ്. EMSന് ശേഷം ഒരു മലയാളി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചർച്ച. മറ്റൊന്ന് യെച്ചൂരി കൂടി മാറുന്നതോടുകൂടി CPMന് ദേശീയതലത്തിൽ അത്ര പോപ്പുലറായ മുഖങ്ങളില്ല എന്നുള്ളതാണ്. പ്രകാശ് കാരാട്ട് പ്രായപരിധിയിൽ ഒഴിവാകും. മണിക് സർക്കാരിന് പ്രായം കടന്നിരിക്കുന്നു. അങ്ങനെ 8 നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 8 പേർക്ക് ഇത്തവണ പൊളിറ്റ് ബ്യൂറോയിൽ തുടരാനുള്ള പ്രായപരിധി കഴിയും. മുഖ്യമന്ത്രി പിണറായിക്ക് കഴിഞ്ഞവണ തന്നെ കഴിയതും അദ്ദേഹത്തിന് പ്രത്യേക ഇളവ് നൽകിയതുമാണ്. അങ്ങനെ വരുമ്പോൾ കൂട്ടത്തോടെ നേതാക്കൾ പാർട്ടിയുടെ ഏറ്റവും ഉന്നത ഘടകത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന് CPM തിരിച്ചറിയുന്നു. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഇളവ് നൽകണോ? പിണറായി വിജയന് സ്വാഭാവികമായും ഇളവ് നൽകേണ്ടി വരും. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അടുത്ത തവണയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് CPM ഉയർത്തിക്കാട്ടുന്ന നേതാവുമാണ്. പിണറായിക്ക് ഒരു പക്ഷേ PBയിലെ പ്രത്യേക ക്ഷണിതാവ് നിലനിർത്തുകയോ അല്ലെങ്കിൽ PB തന്നെ നിലനിർത്തുകയോ ചെയ്യും പിണറായിയെ. ബൃന്ദ കാരാട്ടാണ് CPMന്റെ ഒരുപക്ഷെ യെച്ചൂരി കഴിഞ്ഞാൽ CPM ദേശീയതലത്തിൽ അങ്ങനെ ഏറ്റവും പോപ്പുലറായ മുഖങ്ങളിലൊന്നാണ് ബൃന്ദ കാരാട്ട്. ഏറ്റവും ജനകീയ മുഖങ്ങളിലൊന്നാണ് ബൃന്ദ കാരാട്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഒരു പരിധിവരെ സമ്മതിയുള്ള നേതാവാണ് ബൃന്ദ കാരാട്ട്. ബൃന്ദ കാരാട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമോ എന്ന ചർച്ചകളും സജീവമാണ്. അങ്ങനെ വന്നാൽ അതൊരു പുതിയ ചരിത്രമാകും. ശ്രീജ ചോദിച്ചതുപോലെ വലിയൊരു ചരിത്രമായി മാറും. CPMനെ രാജ്യത്ത് നയിക്കാൻ ഒരു വനിതാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമോ എന്നത് വളരെ ആകാംക്ഷയോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ആര് ജനറൽ സെക്രട്ടറി ആകണമെങ്കിലും തീരുമാനിക്കേണ്ടത് CPMന്റെ ഏറ്റവും ശക്തമായ രാജ്യത്തെ ഏറ്റവും ശക്തമായ ഘടകമായ കേരള ഘടകമാണ്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണ്. അതിൽ ഏറ്റവും പ്രധാനി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ ഘടകത്തിന് തീരുമാനമാകും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരും എന്നതിൽ നിർണായകമാവുക. MA ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കാൻ കേരളത്തിലെ നേതാക്കൾക്ക് പിണറായി ഉൾപ്പെടെയുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ബേബി തന്നെ ജനറൽ സെക്രട്ടറിയാകും. അല്ല, ബൃന്ദ, നമുക്കറിയാം VS പിണറായി വിഭാഗീയത കാലത്ത് VSനൊപ്പം ചേർന്നു പോകുന്ന നേതാവെന്നാണ് പൊതുവിൽ ബൃന്ദയെ വിലയിരുത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയനുമായും ഒക്കെ വലിയ അടുപ്പം പുറത്ത് നേതാവാണ് ബൃന്ദ. അങ്ങനെയെങ്കിൽ ബൃന്ദയ്ക്ക് ഒരു ഇളവ് നൽകുന്നത് 2 തരത്തിൽ ഗുണം ചെയ്യും. ഒന്ന്, പാർട്ടിയുടെ തലപ്പത്തേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത വരുന്നു എന്ന വലിയൊരു വിപ്ലവകരമായ മാറ്റമുണ്ടാകും. അത് CPMന് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ പൊതുവിലുണ്ട്. അതിനുമപ്പുറത്തേക്ക് ബൃന്ദ കാരാട്ടിനെ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനകീയ മുഖമാണ്. അത്തരമൊരു നേതാവിനെ കൊണ്ടുവന്നാൽ ദേശീയതലത്തിൽ CPMന് കുറച്ചുകൂടി പ്രസക്തി കിട്ടും. അല്ലെങ്കിൽ അത്തരം സമരങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യമുണ്ടാകുമെന്ന തരത്തിലുള്ള ചർച്ചകളുമുണ്ട്. ഏതായാലും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് പുതുമുഖങ്ങൾ വരുമെന്ന ഉറപ്പാണ്. കാരണം 3 ഒഴിവുകളുണ്ട്. ഒന്ന്, കോടിയേരി ബാലകൃഷ്ണൻ, മുൻ പൊളിറ്റ് ബ്യൂറോ കൂടിയായ കോടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവുണ്ട്. PK ശ്രീമതിയും AK ബാലനും 75 വയസ്സ് പിന്നിട്ടവരാണ്. 2 പേരും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകും. അങ്ങനെ 3 ഒഴിവ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരും. പൊളിറ്റ് ബ്യൂറോയിലേക്ക് കേരളത്തിൽ ആരെങ്കിലും പരിഗണിക്കുമോ എന്ന കാര്യവും കണ്ടറിയേണ്ടതാണ്. EP ജയരാജനും അതുപോലെ തന്നെ തോമസ് ഐസക് തുടങ്ങിയ പേരുകളുമൊക്കെ ആ പൊളിറ്റ് ബ്യൂറോയിലേക്ക് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ അതും കൃത്യമായി മുഖ്യമന്ത്രി നിലപാട് അവിടെയും നിർണായകമായി തീരുമെന്ന ഉറപ്പാണ്. മറ്റൊന്ന്, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാൻ സാധ്യതയുള്ള പുതുമുഖങ്ങൾ ആരാണ്? PK ശ്രീമതി ഒഴിയുമ്പോൾ സ്വാഭാവികമായി ഒരു വനിത വരേണ്ടതുണ്ട്. പാർട്ടിയുടെ സീനിയോറിറ്റി പരിഗണിക്കുകയാണെങ്കിൽ കൊല്ലത്തു നിന്നുള്ള മുൻ മന്ത്രി കൂടിയായ സംസ്ഥാന സമിതി അംഗം J. മേഴ്സിക്കുട്ടിയമ്മയ്ക്കാണ് ഏറ്റവും അധികം സാധ്യതയുള്ളത്. അല്ലെങ്കിൽ TN സീമ, മറ്റു സംസ്ഥാന സമിതി അംഗം
TNC വന്നേക്കാം. PK സേനഭ എന്ന പേരും വളരെ സജീവമായി തന്നെ CPM ചർച്ച ചെയ്യുന്നു. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന് അടുത്ത മാസം 75 വയസ്സ് പിന്നിടും. അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്ന തള്ളിക്കളയാനാകില്ല. VN വാസവൻ ഒരു പ്രധാനപ്പെട്ട പേരാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. മുഹമ്മദ് റിയാസ്, MB രാജേഷ് തുടങ്ങിയ പേരുകളും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കപ്പെടാം. 3 ഒഴിവുകളാണ് നിലവിലുള്ളതെങ്കിലും ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും ശക്തമായ പാർട്ടി ഘടകമെന്ന പരിഗണന വെച്ചുകൊണ്ട് അംഗത്വത്തിലെ മെമ്പർഷിപ്പിലെ പ്രാതിനിധ്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് കൂടുതൽ പേർ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും വിവിധ ജാഥകൾ, ഈ ദീപശിഖ ജാഥകളടക്കം വെൺമണി സ്മാരകത്തിൽ നിന്നടക്കമുള്ള ദീപശിഖ ജാഥകൾ മധുരയിലെ പല ഭാഗങ്ങളിലായി പര്യടനം നടത്തുകയാണ്. അത് ഇന്നും നാളെയുമായി ഈ തുമുക്കം ഗ്രൗണ്ടിൽ വളരെ വലിയൊരു ഏരിയയിലാണ് ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് തുമുക്കം ഇന്റർനാഷണൽ സെന്ററും അതിനോട് ചേർന്ന ഗ്രൗണ്ടിലുമാണ് ഇവിടെ സമ്മേളനം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അവിടെ സംഗമിക്കും. നാളെ വിമൻ ബസു, മുതിർന്ന നേതാവ് വിമൻ ബസു പാർട്ടി പതാക ഉയർത്തും. പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ സീതാറാം യെച്ചൂരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 811 പ്രതികൾ, 80 നിരീക്ഷകർ ഉൾപ്പെടെ 811 പ്രതികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ 175 പേർ സമ്മേളനത്തിൽ പ്രതിനിധികളായി എത്തുന്നുണ്ട്. ശേഷം കേരള ഘടകത്തിൽ നിന്ന് ഒരു ജനറൽ സെക്രട്ടറി വരുമോ എന്നതാണ് ഏറ്റവും കൗതുകകരമായ ചോദ്യം. അങ്ങനെയെങ്കിൽ MA ബേബിയുടെ പിറന്നാളാണ് ഈ സമ്മേളന കാലയളവിൽ, ഈ കോൺഗ്രസ് കാലയളവിൽ പിറന്നാളാണ്. പിറന്നാൾ സമ്മാനമായി MA ബേബിക്കൊരു ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിക്കുമോ എന്നത് വളരെ കൗതുകകരമായ കാര്യമാണ്. അതിലേറെ കൗതുകം പക്ഷേ എനിക്കുള്ളത് ബൃന്ദ കാരാട്ട് എന്ന CPMന്റെ തീപ്പൊരി ജനകീയ നേതാവ് ഒരു ഇളവ് നൽകി ഒരു വനിതാ ജനറൽ സെക്രട്ടറി എന്ന ചരിത്രത്തിലേക്ക് CPM വരുമോ? അതും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നാളെയാണ് മധുര കോൺഗ്രസ് തുടങ്ങുന്നത്. അവിടെ നിന്നുള്ള വാർത്തകൾക്ക് അരുൺ അവിടെയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകൾ അപ്പോൾ എത്തിക്കാൻ നമുക്ക് പാർട്ടി കോൺഗ്രസ് അപ്ഡേറ്റ്സ് എല്ലാം കൃത്യമായി അരുണിലൂടെ മധുരയിൽ നിന്ന് കേൾക്കാം. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി, കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ ശാരദാ മുരളീധരൻ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു അധിക്ഷേപത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത്. അതിനുശേഷം അത് വലിയ ചർച്ചയായി നിറയുകയാണ്. നമ്മൾ ഉറക്കെ അതേക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു സമയമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അന്ന് ശാരദാ മുരളീധരൻ സംസാരിച്ചത്. ഇപ്പോൾ ശാരദാ മുരളീധരൻ ന്യൂസ് 18നോട് വളരെ വിശദമായി തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. കറുപ്പ് നിറത്തിൽ ഏറ്റവും കൂടുതൽ വിവേചനം അനുഭവിക്കുന്നത് സ്ത്രീകളാണെന്ന് ചീഫ് സെക്രട്ടറി പറയുന്നു. പുരുഷനേക്കാൾ നിറത്തിന്റെ പേരിൽ സ്ത്രീകൾ കൂടുതൽ അവഗണിക്കപ്പെടുന്ന സമൂഹമാണ് ഇപ്പോഴും നമ്മൾ. സ്ത്രീ എന്ന തലത്തിൽ നേരിടേണ്ടി വരുന്ന വിവേചനവും സമൂഹത്തിൽ തുടരുന്നുണ്ടെന്ന് ശാരദാ മുരളീധരൻ അപർണ കുറുപ്പിനോട് Q18 പറഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിൽ പോലും തുടക്കക്കാരായ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വിവേചനത്തിലൂടെ കടന്നു പോവുകയാണെന്നും ചീഫ് സെക്രട്ടറി തുറന്നടിച്ചു. നിറം എന്ന് പറയുന്ന പോലെ തന്നെ സ്ത്രീ എന്ന തരത്തിലുള്ള ഒരു താരതമ്യപ്പെടുത്തലുകളോ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകളോ ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ 7 മാസം? ഒരു ചെറുപ്പക്കാരിയായിട്ടോ ഓഫീസറായിട്ട് കയറി വരുമ്പോഴത്തേക്കും ഭയങ്കര പ്രയാസം കേട്ടോ. അത് അപ്പം നമ്മൾ ഫീൽഡിൽ എല്ലാവരും ഒറ്റയ്ക്കാണ്. പക്ഷേ ഫീൽഡിൽ ഒറ്റയ്ക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള സിസ്റ്റമാണല്ലോ. ഈ സിസ്റ്റം നമ്മളെ കാണുന്നത് ആ കൊച്ചു പെണ്ണ് ഓഫീസർ എന്നുള്ള രീതിക്കല്ല. ഈ കൊച്ചു ചെക്കൻ എന്ന് പറഞ്ഞിട്ട് ഓഫീസറിനെ കാണില്ല. പക്ഷെ കൊച്ചു പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ലേഡി ഓഫീസറിനെ എന്തായാലും കാണും. ആൻഡ് അതുകൊണ്ട് തന്നെ പലർക്കും നമ്മളുടെ അടുത്ത് ഇപ്പം നമ്മൾ നിയന്ത്രിക്കുകയോ റെഗുലേറ്റ് ചെയ്യുകയോ ശകാരിക്കുകയോ ഒന്നും ചെയ്യുന്നത് ഒട്ടും സ്വീകാര്യമല്ല. നമ്മളുടെ അടുത്തുള്ള റെസ്പോൺസ് പലപ്പോഴും അഗ്രസീവും വളരെ ഇതും കൂടിയാണ്. അപ്പോൾ അതൊക്കെ നാവിഗേറ്റ് ചെയ്ത് വന്നിട്ട് തന്നെയാണ് എല്ലാ വനിതാ ഓഫീസേഴ്സും കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓഫീസിനകത്തുള്ള ഒരു സിറ്റുവേഷൻ. പിന്നെ ഇപ്പോൾ നമ്മൾ ഞങ്ങൾ കയറിയ സമയത്തുള്ള ഒരു കേരളം അല്ലെങ്കിൽ ചുറ്റുപാടല്ല ഇപ്പോൾ. ഇന്ന് ഈ കാര്യങ്ങൾ കുറേ കൂടി ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ടുള്ള കുറേ ശബ്ദങ്ങളുണ്ട്. ഈ നിറം എന്ന് പറഞ്ഞപ്പോൾ പല തരത്തിൽ നിറം പറയുമ്പോൾ ഈ കറുപ്പ് എന്നുള്ള നിറത്തെ സ്ത്രീയോട് കൂടിയാണ് റിലേറ്റ് ചെയ്ത് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ പുരുഷനോട് പറയുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ മറ്റെന്തോ തരത്തിൽ കാണുന്നത് അത് സ്ത്രീ ആകുമ്പോൾ സ്ത്രീക്ക് കറുപ്പ് ഒട്ടും അങ്ങനെ ഒരു നോഷൻ കൂടെ ഈ സമൂഹത്തിലില്ലേ? പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണോ? സ്ത്രീകൾ തന്നെയാണ് കുറേകൂടി നീറ്റലോടെ ഇത് അനുഭവിക്കുന്നത്. മറ്റത് നമ്മളത് കടന്നു പോകുന്നു. കാരണം ഈ പുരുഷ സൗന്ദര്യം ഇത് വരുമ്പോഴത്തേക്കും ഒരു കൗണ്ടർ നാരറ്റീവ് ഉണ്ട്. നമ്മൾ അത് സായിപ്പിൻ്റെ നാരറ്റീവാണ് എങ്കിലും നമ്മളത് ഉൾക്കൊള്ളുന്ന ഒരു ഇതാണ് ടോൾ, ഡാർക്ക് ആൻഡ് ഹാൻസം എന്നുണ്ട്. അപ്പോൾ ടോൾനെസ് ആണ് പലപ്പോഴും ടോൾനെസ് ആയിരിക്കും ഒരു പ്രശ്നമായിട്ട് നമ്മൾ ഇത് കാണും. ഡാർക്ക്
അപ്പോൾ ഇപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ ഡാർക്കും ഹാൻഡ്സമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഡാർക്ക് ആൻഡ് പ്രിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടും ഒരുമിച്ച് നമ്മൾ കേട്ടിട്ടേ ഇല്ല. നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം വ്യക്തി ജീവിതത്തിൽ പലതവണ നേരിട്ടിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. സുമുഖനായ ഭർത്താവിനെ കിട്ടിയ കറുത്ത ഭാര്യ ലോട്ടറി അടിച്ചവളാണെന്ന് പറഞ്ഞവരുണ്ട്. കറുത്ത ഭാര്യയെ കിട്ടിയതിന് ഭർത്താവിനോട് അനുശോചനം രേഖപ്പെടുത്തിയവരുമുണ്ടെന്നും ഈ അനുഭവങ്ങൾ കൂടിയാണ് കറുപ്പിന് എന്താണ് കുഴപ്പമെന്ന നിലപാടിനെ ശക്തിപ്പെടുത്തിയതെന്നും ശാരദാ മുരളീധരൻ കൂട്ടിച്ചേർത്തു. സുമുഖനായൊരു ഭർത്താവിനെ കിട്ടിയില്ലേ, നിനക്ക് ഇന്നത്തെ എന്താ വേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേ അവിടെയും ഒരു അർത്ഥം വരുന്നുണ്ടല്ലോ. നിനക്കെന്തോ ഭാഗ്യം, നീ എന്തോ ലോട്ടറി അടിച്ചു. അദ്ദേഹം ലോട്ടറി അടിച്ചിട്ടില്ല, ഞാനാണ് ലോട്ടറി അടിച്ചത്. ഒരു കറുത്ത ഭാര്യയെ കിട്ടിയതിൽ അദ്ദേഹത്തിനോട് നമ്മൾ അല്പം കണ്ടോളൻസൊക്കെ ഇത് പറയാം. പക്ഷേ എന്നിരുന്നാലും സാരമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറിയാണ് അത്. അപ്പം അതുകൊണ്ട് ഈ കറുപ്പ് എന്ന് പറയുന്ന ഒരു വിഷയം ഇപ്പോൾ കറുപ്പിനെ ചൊല്ലിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതല്ല ഔദ്യോഗികമായിട്ട് എന്നുള്ള നിലയ്ക്കല്ല. പക്ഷേ നമുക്ക് വ്യക്തിപരമായിട്ട് ഉള്ള പല ഇൻറ്ററാക്ഷൻസിൽ പലപ്പോഴും കേൾക്കേണ്ടി വരുന്നത് അത് ഇപ്പം നമ്മുടെ സുഹൃത്ത് വലയത്തിൽ നിന്നാകാം, നമ്മുടെ കുടുംബത്തിൽ നിന്നാകാം, നമ്മുടെ ഉദ്യോഗ സുഹൃത്തുക്കളിൽ നിന്നാകാം, പലതരത്തിലുള്ള അല്ലാതെയുള്ളവരും ഒക്കെ ആകാം. അത് പിന്നെ അത് കുഴപ്പമില്ല. അത് നമ്മൾ ഇപ്പം കുഴപ്പമില്ല എന്ന് പറയുന്നത് അത് നമ്മളെല്ലാവരും തന്നെ അതിന് വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് വാർമർ ഉണ്ടാക്കിയിട്ട് അതിനെ മറികടന്ന് ഇത് ഒരു ചെവിയുടെ കേൾക്കുക മറ്റേ ചെവിയുടെ ഇറക്കുക എന്നുള്ള തരത്തിൽ നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നു. അതേസമയം ഇത്രയേറെ വിമർശനങ്ങൾ വന്നിട്ടും നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചയാൾ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ലെന്നും ചീഫ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് പോലും തയ്യാറായില്ല. ഇത് ഈ വ്യക്തിയുടെ മാത്രം ചിന്താഗതിയെ ചുരുക്കി കാണുന്നില്ല. അടുത്തറിയാവുന്ന പലരും ഈ മനോനില സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഒരാളുടെ മാത്രം പേര് പരസ്യമായി പുറത്തു പറയാതിരുന്നതെന്നും ശാരദാ മുരളീധരൻ Q18 പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് പ്രവൃത്തി മുൻഗാമിയേക്കാളും വെളുത്തതല്ല, കറുത്തതാണ്. അതായത് ഈ വർക്കിനെയാണ് പറഞ്ഞത് എന്നുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ വന്നു കേട്ടു. അതെ, പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു. കറുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേഷനും, അത്രയും അതുപോലെ കറുപ്പാണ്. വേണുവിൻ്റെ പോലെ അല്ല അത് വെളുത്തിരുന്നപ്പോൾ ഇത് കറുപ്പാണ്. പിന്നെ ഇപ്പം ഞങ്ങളെ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ പറയേണ്ടാത്തത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് പറഞ്ഞു അല്ല അതും കുറേ കർക്കശമാണ് എന്നൊക്കെ പറഞ്ഞ് അത് ഉഴപ്പിയതാണ്. ഈ മനസ്സിലിരിപ്പ് ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല എത്രയോ പേരുടെ മനസ്സിലിരിപ്പ് ആണ്. ഇപ്പോൾ കുറച്ച് ഇതായിട്ട് ലൂസായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതങ്ങോട്ട് പുറത്തു വന്നു എന്ന് മാത്രം. പക്ഷേ എത്രയോ പേരുടെ ഇപ്പം ഞാൻ അറിയുകയും സ്നേഹിക്കുന്ന എത്രയോ പേരുടെ മനസ്സിലിരിപ്പ് എങ്ങനെയുണ്ട് അപ്പം എൻ്റെ ചുറ്റുമുള്ളവരുടെ. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരാളെ മാത്രം ഇത് ചെയ്തിട്ട് വിക്ടിമൈസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കോൾ ഔട്ട് ചെയ്യുന്നത് കാര്യമില്ല. എനിക്ക് കോൾ ഔട്ട് ചെയ്യേണ്ടത് മൊത്തം സമൂഹത്തിനെയാണ്. ഇത്രയും വലിയ വിവാദം വന്ന ശേഷം എന്തെങ്കിലും റെസ്പോൺസ് ആ ഭാഗത്തുനിന്നുണ്ടായോ? ക്ഷമ പറയുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഉണ്ടായോ? ഇല്ല, പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു പക്ഷെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാകണം. അതെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ശരി, ഇനി വിശദമായി ഈ സംഭാഷണം Q18 കാണാം. മറ്റ് വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. വഖഫ് നിയമ ഭേദഗതി നാളെ പാർലമെന്റിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം. KCBCയും CBCയെയും ബില്ലിനെ പിന്തുണച്ചതോടെ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. അതേസമയം വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് ദീപികയിൽ മുഖപ്രസംഗം ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ കേരളത്തിലെ MP-മാരുടെ മതമൗലികവാദ നിലപാട് ചരിത്രമാകും. ബില്ലിനെക്കുറിച്ച് CPM-നും കോൺഗ്രസിനും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ലെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. വിവരങ്ങളുമായി ER രാഗേഷും ഒപ്പം G ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം രാഗേഷിലേക്ക്. രാഗേഷ്, വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ സൂചനകൾ വന്നിരുന്നു, നാളെ അത് പാർലമെന്റിൽ കൊണ്ടുവരികയാണെന്ന്. പക്ഷേ സത്യത്തിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ വിഷയത്തിൽ
അനുകൂലമായോ പ്രതികൂലമായോ ഒരു നിലപാടെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലുണ്ട്. നാളെ സഭയിൽ ഈ ബില്ലെത്തുമ്പോൾ എന്താണ് നമ്മൾ പാർലമെന്റിൽ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഏതായാലും വെള്ളിയാഴ്ച സഭാ സമ്മേളനം അവസാനിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഈ ബില്ല് പാസ്സാക്കിയെടുക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. കാരണം ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് വരുമോ എന്ന അവ്യക്തത കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അമിത്ഷാ തന്നെ വെള്ളിയാഴ്ച ഇക്കാര്യം വ്യക്തമാക്കി. അതായത് ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് വരുമെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. ഏതായാലും നാളെ ഈ ബില്ല് കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. ഇന്ന് കാര്യോപദേശക സമിതി ചേരുന്നുണ്ട്. ഇതിൻ്റെ അജണ്ട വഖഫ് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഇത് നാളെ കൊണ്ടുവരും. എപ്പോൾ ബില്ല് വെക്കുമെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരും. കിരൺ റിജിജു പാർലമെന്ററി കാര്യമന്ത്രി അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യും. ഏതായാലും ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിൽ KCBC ഒപ്പം തന്നെ CBCI അടക്കം നിലപാട് വന്നതോടുകൂടി ആശയക്കുഴപ്പം കോൺഗ്രസിൽ തുടരുകയാണ്. കാരണം കോൺഗ്രസിലെ ചില MP-മാർക്കെങ്കിലും ബില്ലിനെ അപ്പാടെ എതിർക്കേണ്ടതില്ല എന്ന അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ പരസ്യമായി പ്രതികരിച്ചതാണ്. KCBC അടക്കമുള്ളവർ ഉന്നയിച്ച വിഷയങ്ങൾ നേതൃത്വം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇത്തരത്തിൽ എല്ലാ വ്യവസ്ഥകളോടും തുറന്നെതിർക്കേണ്ടതില്ല, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിരുദ്ധമെന്ന് തോന്നുന്ന വ്യവസ്ഥകൾ മാത്രം എതിർത്താൽ മതി എന്ന നിലപാടാണ് കോൺഗ്രസിലെ ചില അംഗങ്ങൾക്കെങ്കിലും ഉള്ളത്. ഏതായാലും ഇന്ന് കോൺഗ്രസ് ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുക. ഏതായാലും ആദ്യമൊക്കെ തന്നെ ഈ ബില്ലിനെ എതിർക്കുന്ന നിലപാട് കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ MP-മാരിൽ ചിലരെങ്കിലും ഈ ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. പൂർണ്ണമായും ബില്ലിനെ എതിർക്കുന്ന നിലയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാടുണ്ട്. പ്രത്യേകിച്ച് മുനമ്പം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KCBC അടക്കമുള്ളവർ എതിർക്കുന്നത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ആശയക്കുഴപ്പം തുടരുകയാണ്. കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ യോഗത്തിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുക. എന്തായിരിക്കണം സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടെന്ന്. ഒരുപക്ഷെ ബില്ലിനെ ചർച്ചയിൽ എതിർത്തേക്കും, അതിനുശേഷം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന നടപടികളിലൊക്കെ കോൺഗ്രസ് കടന്നേക്കും. ശ്രീജ, ശരി. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് ദീപികയിൽ മുഖപ്രസംഗം വന്നിരിക്കുന്നു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. ശ്രീജിത്ത്, കടുത്ത നിലപാടിലേക്കാണ് പോകുന്നത്. അതായത് ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മതമൗലിക നിലപാട് എന്തായിരിക്കുമെന്ന് ലോകം അറിയും, അത് ചരിത്രമാവുമെന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയായി കൂടി കാണേണ്ടേ? തീർച്ചയായും ശ്രീജ, അതിഗുരുതരമായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു തലക്കെട്ട് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസിനെ ഫലത്തിൽ വെട്ടിലാക്കുകയാണ് ദീപികയും ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് പാർലമെന്റിലെ മതേതരത്വത്തിന്റെ പരീക്ഷ എന്ന തലക്കെട്ടോടു കൂടിയാണ്. ഇതൊരു പരീക്ഷയാണ്. ഇതിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുക എന്ന ചോദ്യം ഫലത്തിൽ ചോദിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിനൊപ്പം വഖഫ് ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ കേരളത്തിലെ MP-മാരുടെ മതേതരത്വം അത് ചരിത്രമാകും. അതായത് പിന്നീട് ഇനി ഇവർ മതേതരത്വം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് ഈ ഒരു ലേഖനം എന്ന് തന്നെ പറയേണ്ടി വരും. കാലാകാലങ്ങളിൽ ഒന്നുകൂടി അവർ ദീപിക വ്യക്തമാക്കുകയാണ്, കാലാകാലങ്ങളിൽ ഞങ്ങളിലൊപ്പം നിൽക്കുന്ന വോട്ടുണ്ട്, ചിലരെ പ്രത്യേകം പരിഗണിച്ചില്ലെങ്കിൽ ആ വോട്ടുകൾ നഷ്ടപ്പെടും എന്ന ചിന്തയായിരിക്കാം കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ക്രൈസ്തവ വിഭാഗത്തെ അവഗണിക്കാൻ, എന്നും അവർ തങ്ങളുടെ ഒപ്പം ഉണ്ടാകും എന്നൊരു ചിന്തയായിരിക്കും ഇവരെ അവഗണിക്കാൻ കാരണം എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ദീപികയുടെ ഈ ഒരു മുഖപ്രസംഗം. മാത്രമല്ല മുനമ്പത്തെ സഹായിക്കുമെന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. പ്രതിപക്ഷം, കോൺഗ്രസ്, VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി പ്രസംഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളവർ പാർലമെന്റിൽ മറ്റൊരു നിലപാടെടുത്താൽ അത് ഇരട്ടത്താപ്പായി മാറും എന്നും ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും ഇനി ഒന്നും ഈ ബില്ലിനെ കുറിച്ച് ഇനിയും, അതായത് ബില്ലിനെ അനുകൂലിക്കുകയാണ്, ഈ ബില്ലിനെ കുറിച്ച് ഇനിയും CPM-നും കോൺഗ്രസിനൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ തങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫലത്തിൽ ഈ ഒരു രാഷ്ട്രീയ, നേരത്തെയും ബില്ലിന് അനുകൂലമായുള്ള ലേഖനം ദീപികയിൽ വന്നതാണ്. ഇതൊന്നുകൂടി കടന്നുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിന് മുന്നിൽ കുറച്ചുകൂടി വലിയൊരു അഗ്നിപരീക്ഷ തന്നെ, പാർലമെന്റിലെ മതേതര പരീക്ഷ എന്ന് പറയുമ്പോൾ വലിയൊരു അഗ്നിപരീക്ഷയാക്കി മാറ്റുന്നതിൽ ദീപികയും പങ്കുവഹിക്കുകയാണ്. ശ്രീജ, ശരി. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അതായത് നേരിട്ട് തന്നെ ഒരു വെല്ലുവിളി ദീപിക പത്രത്തിലൂടെ സഭ നടത്തുകയാണ്. അത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്, ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് പറഞ്ഞില്ലെങ്കിൽ അത് ചരിത്രമാകും എന്ന് പറയുമ്പോൾ അതിൽ ഒരു സമ്മർദ്ദ തന്ത്രം കൂടി ഉണ്ട്. എമ്പുരാൻ പാർലമെന്റിലും ചർച്ചയാവാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞു തിയേറ്ററുകൾക്കകത്തും പുറത്തും മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ചയാണെന്ന് പറയുന്നു. ഇപ്പോൾ ഇതാ പാർലമെന്റിലും ഈ വിഷയം ഉന്നയിക്കാൻ ഒരുങ്ങുന്നു. CPM അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റം രാജ്യത്ത് വർദ്ധിക്കുകയാണ്. മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരായ സംഘടിതമായ ആക്രമണം
ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് CPM പറയുന്നത്. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് A. റഹീം MP ആണ് നോട്ടീസ് നൽകുന്നത്. മഹാരാഷ്ട്രയിൽ കുനാൽ ഖംറയ്ക്കെതിരായ ശിവസേന ആക്രമണവും സമാനമാണെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട്. ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് മ്യാൻമാർ. ഭൂകമ്പത്തിൽ മരണം 2000 കടന്നിരിക്കുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തകർന്നടിഞ്ഞ മാൻഡലെ നഗരം സാധാരണ നിലയിലാകാൻ ഇനിയും മാസങ്ങളെടുക്കും. മ്യാൻമാറിൽ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 60 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന സ്ത്രീയെ ഒരു രാത്രി മുഴുവൻ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ പുറത്തെത്തിക്കുന്ന കാഴ്ചയാണിത്. ഇപ്പോഴും ജീവനുണ്ട്. ഇത് രക്ഷാപ്രവർത്തകരെ പോലും അത്ഭുതപ്പെടുത്തി. ഇങ്ങനെ 6 പേരെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനായത്. അതുകൊണ്ട് തന്നെ രാത്രിയും പകലും മാൻഡലെ നഗരത്തിൽ തെരച്ചിലും രക്ഷാപ്രവർത്തനവും സജീവമാണ്. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഇന്ത്യയിൽ നിന്നുള്ള NDRF സംഘം 7 മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെടുത്തു. 137 ടൺ അവശ്യ സാധനങ്ങൾ ഇന്ത്യ മ്യാൻമാറിൽ ഇതിനോടകം എത്തിച്ചു. മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലാണ് കൂടുതൽ നാശനഷ്ടം. എയർപോർട്ടും റോഡുകളും തകർന്നു. 100 കണക്കിന് കെട്ടിടങ്ങളാണ് ഇവിടെ നിലംപൊത്തിയത്. ഇന്ധനം ലഭ്യമല്ലാത്തതും വൈദ്യുതി പ്രതിസന്ധിയും തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. പട്ടിണിയും പകർച്ചവ്യാധി സാധ്യതയും മുന്നിൽ കാണണമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഹൃദയഭേദകമായ കാഴ്ചകളാണ് എങ്ങും. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 2056 പേർ മരിച്ചു. 3900 പേർക്ക് പരിക്കേറ്റു. 270ഓളം പേർ എവിടെയെന്ന് ഇപ്പോഴും വിവരമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഫ്രാൻസിലെ നാഷണൽ റാലി പാർട്ടി നേതാവ് മറൈൻ ലെ പെൻ തട്ടിപ്പ് കേസിൽ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി. 4 വർഷത്തെ തടവാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇതോടെ 2027 നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ലെ പെന്നിന് കഴിയില്ല. ജഡ്ജി ശിക്ഷ വായിച്ചു കേൾപ്പിച്ചപ്പോൾ തീവ്ര വലതുപക്ഷ നാഷണൽ റാലി പാർട്ടിയുടെ നേതാവായ മറൈൻ ലേപ്പൻ നാടകീയമായ രീതിയിൽ കോടതി മുറിവിട്ടു. 4 വർഷം തടവും 2 വർഷം നിരീക്ഷണവുമാണ് ശിക്ഷ. 5 വർഷത്തേക്ക് പൊതുപദവികൾ വഹിക്കുന്നതിന് വിലക്കുണ്ട്. 2027 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയാണ് പാരീസ് കോടതി പുറപ്പെടുവിച്ച വിധി അവതാളത്തിലാക്കിയത്. 2004 2016 ഇടയിൽ യൂറോപ്യൻ യൂണിയൻ ഫണ്ടുകൾ പെന്നും അവരുടെ പാർട്ടിയും നിയമവിരുദ്ധമായി വകമാറ്റിയതായി കോടതി കണ്ടെത്തി. പാർട്ടി യൂറോപ്യൻ പാർലമെന്റ് ഫണ്ട് ദുരുപയോഗം ചെയ്തതെങ്ങനെയെന്ന് കോടതി വിശദീകരിച്ചു. പൂർണ്ണവിധിക്ക് കാത്തു നിൽക്കാതെ ലേപ്പൻ തന്റെ ബാഗെടുത്ത് കോടതിയിൽ നിന്നിറങ്ങി. വിധിക്കെതിരെ അപ്പീൽ നൽകും. നടന്നത് രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമെന്ന് ലേപ്പൻ ആരോപിച്ചു. 2017 2022 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇമാനുവൽ മാക്രോണിനോട് തോറ്റിരുന്നു ലേപ്പൻ. നാഷണൽ റാലിയുടെ പ്രസിഡന്റ് ജോർദാൻ ബാർഡെല്ല വിധിയെ ജനാധിപത്യത്തിനെതിരായ ആക്രമണമെന്ന് വിശേഷിപ്പിച്ചു. ഫ്രഞ്ച് ജനാധിപത്യം വധശിക്ഷയ്ക്ക് വിധേയമായിരിക്കുന്നുവെന്നായിരുന്നു പ്രതികരണം. ലേപ്പനിന് പിന്തുണയറിയിച്ചുകൊണ്ട് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ജെ ഷുയിഷ് മറൈൻ, ഞാനാണ് മറൈൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഡേ ഫസ്റ്റ് വിഷ് കുറച്ച് സ്പെഷ്യലാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ വിനീഷിൻ്റെ പിറന്നാളാണ് ഇന്ന്. ന്യൂസ് 18 ഓഫ് പ്ലാറ്റ്ഫോം ഡെസ്കിലെ മൾട്ടിമീഡിയ പ്രൊഡ്യൂസറാണ് വിനീഷ്. പിറന്നാൾ ആയതുകൊണ്ട് വിനീഷ് ഇന്ന് അവധി എടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നേരിട്ട് തന്നെ ആശംസകൾ അറിയിക്കാമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി വരുമ്പോൾ ട്രീറ്റൊക്കെ കൊണ്ടുവരണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ വിനീഷ്. ന്യൂസ് 18 കുടുംബത്തിൻ്റെ മുഴുവൻ ആശംസകൾ. ഒരു കുടുംബാംഗത്തിനുള്ള ആശംസ തന്നെയാണ് അടുത്തത്. ഞങ്ങളുടെ സഹപ്രവർത്തക മേഘ വിജയൻ്റെ അച്ഛനും അമ്മയും വിജയൻ ലീല ദമ്പതികൾ ഇന്ന് 34ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ്. ചിറ്റൂരിലുള്ള ഇരുവർക്കും ആശംസ നേരുകയാണ്. മേഘയും
മേഘയുടെ ചേട്ടൻ ലിജു, ചേട്ടൻ്റെ ഭാര്യ ധന്യ, മക്കളായ ലിയാൻഷ്, ലിജു, അങ്ങനെ എല്ലാവരും ആശംസകൾ അർപ്പിക്കുന്നു. ഒപ്പം ഞങ്ങളുടെയും സ്പെഷ്യൽ വിഷസ്. കൊല്ലം അഞ്ചാലുമൂട് സ്വദേശി റഫീഖ് നെജുമിയുടെ 5ാം പിറന്നാളാണിന്ന്. റഫീഖിന് ഞങ്ങളുടെയൊക്കെ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഇതുപോലെ ഞങ്ങളെ അറിയിക്കാം കേട്ടോ. ആ സന്തോഷ ദിനത്തിൽ ഈ സ്ക്രീനിലൂടെ നിങ്ങൾക്കും എത്താം. ആശംസകൾ അറിയിച്ചുകൊണ്ട് സന്തോഷം ഒന്നിച്ച് പങ്കിടാം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ. 9346975748 എന്ന നമ്പർ, സ്പെഷ്യൽ ഡേ, സ്പേസ് നെയിം, സ്പേസ് നിങ്ങളുടെ ഫോൺ നമ്പർ. അപ്പോൾ രാവിലെയിൽ ഇനി നമ്മളൊരു ബ്രേക്കിലേക്ക് പോവാണ്. പതിപോലെ 8 മണിയായി. നമുക്ക് പോലീസ് പെട്രോൾ കാണാം. ടോം കുര്യാക്കോസ് ചേരും.